89.6 FM Sargakshetra. സർഗക്ഷേത്ര 89.6 FM ഞായറാഴ്ച വന്നിരിക്കുകയാണ്. കൂടെ ഇമ്മിണി ബല്യൊരാളായിട്ട് അന്നയും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോർമലി ഇമ്മിണി ബല്യൊരാളിൽ ഒരാളെ കൊണ്ടിട്ടാണ് വരാറ്. പക്ഷേ ഇന്ന് കുറേ ആൾക്കാരായിട്ട് വരാൻ പറ്റുന്ന ഒരാളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 2 lakh സബ്സ്ക്രൈബേഴ്സിന് ഉടമയായിട്ടുള്ള നിവിൻ ആർട്സ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് എന്നോടൊപ്പം ഉള്ളത്. അല്ലേ നിവ്യ? ഹായ് നിവ്യ. താങ്ക് യു സോ മച്ച്. ഹായ്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, നമ്മള് ആളെ ഒന്ന് പരിചയപ്പെടുത്തേക്കാം ഞാൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ശബ്ദത്തിനുടമ നമ്മളെല്ലാവരെയും പറ്റിച്ച് ആൾമാറാട്ടം നടത്തി നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രധാന ജോലിയുടെ ഉടമയാണ് ഇപ്പൊ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഇമ്മിണി ബല്യൊരാളിലേക്ക് വന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അങ്ങനെ പറയുന്നോണ്ട് വിഷമമുണ്ടോ ആൾമാറാട്ടം നടത്തി എന്നൊക്കെ പറയുമ്പോ? ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല. അത് എല്ലാരും പറയാറുണ്ട് ഇപ്പൊ. അതെ അതെ, ഇത്രയുള്ളൂ സംഭവം. നമ്മൾ കുറേ വീഡിയോസിൽ കാണുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ പല സ്റ്റാർസിനെയും തന്റെ മുഖത്ത് കൊണ്ടുവരാൻ കഴിവുള്ള ഒരാളാണ് നമ്മുടെ നിവ്യ. നിവ്യ, എങ്ങനെ പോകുന്നു കാര്യങ്ങള്? ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് പോണു. ഇവിടെ എന്ന് പറയുമ്പോ നമ്മൾ UK-ലാണല്ലേ? അതെ അതെ, ഞാനിപ്പോ UK-ലാണ്. നാട്ടില് നമ്മുടെ തൃശ്ശൂരാണ്. അതാണ്, നമ്മൾ തൃശ്ശൂർക്കാരാണ്. അതെ 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 അതെ. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ട്രാൻസ്ഫോർമേഷനിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിവ്യ. വീഡിയോസിലൂടെ നമ്മൾ എല്ലാവരും കോരിത്തരിപ്പിച്ച് കൊണ്ടുപോകുന്ന കുറേ പെർഫോമൻസുകൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ളവരാണ്. ഇപ്പൊ ഇവൻ കുറച്ച് നേരത്തെ ആണെങ്കിലും നിവ്യയോട് കൂടിയിട്ട് പറയുവാണ് കേട്ടോ. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ അടുത്ത് ഞാൻ വീഡിയോയിൽ കാണിച്ചു കൊടുത്തു, ദേ ഈ കുട്ടി ഇന്ന് നമ്മുടെ ഒപ്പം ഇമ്മിണി ബല്യൊരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞേ. അപ്പോ ശരി എന്ന് പറഞ്ഞു. അപ്പൊ വീഡിയോയുടെ തുടക്കത്തിൽ നിവ്യനെ ആയിരിക്കും നമ്മൾ എല്ലാവരും കാണുന്നത്. അത് കഴിഞ്ഞ് വീഡിയോ അവസാനിക്കുമ്പോ നമുക്ക് പരിചയമുള്ള കുറേ ആക്ടേഴ്സ് വരും. മമ്മൂട്ടി വരും, മോഹൻലാൽ വരും, പിന്നെ ആരൊക്കെയാ നിവ്യ? സൂര്യ വരും, ഷാരൂഖ് ഖാൻ വരും. അങ്ങനെ 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 സ്റ്റാർസ് മൊത്തം നിവ്യയുടെ മുഖത്തിൽ വരും. ചില നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അത് പറയാം, പക്ഷെ അത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. യു ആർ റിയലി എ ഗിഫ്റ്റഡ് പേഴ്സൺ നിവ്യ. ഓ, താങ്ക് യു സോ മച്ച്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് കണ്ടുപിടിച്ചേ? അതാണ് എനിക്ക് ആദ്യമായിട്ട് അറിയാനുള്ളത്. അതിപ്പോ പറയാ ചെയ്യും, നമുക്ക് എന്താ പറയാ, ഒരു 2000 ആ കോവിഡ് ടൈം ഉണ്ടല്ലോ, അപ്പൊ ആ ടൈമിലാണ് ഇത് നമുക്കൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു സംഭവം മനസ്സിലേക്ക് വരണത്. അപ്പൊ അതിന് മുന്നേ തന്നെ ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ഒരു കണ്ണൻ രാജമാണിക്യം സാർ എന്ന് പറഞ്ഞിട്ടൊരു തമിഴില് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ ആളുടെ ഒരു വർക്ക് കണ്ടിട്ട്, അതായത് നയൻതാര മാം ഒരു മോഡലിന്റെ ഫേസിൽ നയൻതാര മാമിനെ ചെയ്യണ ഒരു മേക്കപ്പ് കണ്ടു, റീക്രിയേഷൻ ചെയ്യണത്. അത് കണ്ടപ്പോ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ മേക്കപ്പ് കൊണ്ട് ഇങ്ങനെ ചെയ്യാറില്ല എന്നുള്ളത് ആള് ചെയ്യുമ്പോ തന്നെ എനിക്ക് ഇങ്ങനെയാണ് അത്, ആ ഒരു ഐബ്രോസിന്റെ ഷേപ്പ് മാറ്റണത് എങ്ങനെയാണ്, നോസിന്റെ ഷേപ്പ് മാറ്റണത് എങ്ങനെയാണെന്ന് എനിക്ക് ഒരു ചെറിയ ഐഡിയ അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ ചെയ്യാ, എന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ തെരഞ്ഞു പിടിച്ച് കുറച്ച് സ്റ്റോക്ക് ഐറ്റംസ് ഉണ്ടായിരുന്നല്ലേ? അധികം ഒന്നല്ല, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഐബ്രോ പെൻസിൽ ഉണ്ടായിരുന്നു, പിന്നെ സാധാരണ നമ്മുടെ ഐലൈനർ, അങ്ങനത്തെ സംഭവങ്ങൾ, ക്ലിപ്പ് ലൈനർ, അങ്ങനത്തെ. അപ്പോ അങ്ങനെ കുറച്ച് ഐറ്റംസ് അത് കയ്യിലുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് മിററിൽ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ജസ്റ്റ് നോക്കിയപ്പോ എന്റെയും ചേഞ്ച് ആവുന്നുണ്ട് കുറച്ച്. ഹ്യൂജ് ചേഞ്ച് അല്ല, എനിക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാക്കിയത്. എനിക്ക് പറ്റുന്നുണ്ടല്ലോ. പക്ഷെ എല്ലാരും കാണിക്കാൻ ഒരു ചമ്മലുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കളഞ്ഞ്, എന്നിട്ട് പിന്നെ ഇത് ആരാന്ന് മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കണ്ടോ. അതെ അതെ. അപ്പൊ അവര് ആദ്യമൊക്കെ ഇങ്ങനെ നോക്കി വെച്ചെങ്കില് ഇങ്ങനെ ആരെന്നെ ചെയ്തതാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതന്നെ. അപ്പൊ അവര് ഇങ്ങനെ ട്രൈ ചെയ്തു, ആ നയൻതാരയാണോ ചെയ്തത് എന്നുള്ള പോലെ ഒരു ഡൗട്ടില് ചോദിച്ചു. അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ള ഫസ്റ്റ് വർക്ക്. അപ്പൊ ഞാൻ ഹാപ്പിയായി, ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അപ്പൊ ശരി, അവർക്ക് മനസ്സിലാവണ്ടല്ലോ. അത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ശരിക്കും. അതെ അതെ അതെ. അപ്പൊ അത് ഇതേപോലെ എന്താ പറയാ, എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് അത്. അതിനുശേഷം പിന്നെ ഒരു 1 year കഴിഞ്ഞിട്ടാണ് ഞാൻ UK-ലേക്ക് തിരിച്ചു വരുന്നത്, കോവിഡിന് ശേഷം. അപ്പൊ അങ്ങനെ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം തോന്നി. അപ്പൊ അതില് ഒരു കോണ്ടന്റ് ആയിട്ട് ഇത് ചെയ്തു. രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചെയ്തു. ഈ കോവിഡ് എന്ന് പറയുന്ന സംഭവം നമുക്ക് കുറെ ആളുകൾക്ക് അവരുടെ ഹിഡൻ ആയിട്ടുള്ള കുറെ ടാലന്റുകളെ പുറത്തു കൊണ്ടുവരാൻ വലിയൊരു പ്ലാറ്റ്ഫോം ആയിട്ടുണ്ടെന്നല്ലേ? അതെ 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 അതെ, ശരിക്കും പറ്റിയിട്ടുണ്ടാവും എന്ന് പറയാ. കാരണം അതൊരു അങ്ങനത്തെ ഒരു സമയമായിരുന്നല്ലോ ഈ കോവിഡ് ടൈം. ഈ കോവിഡ് എന്ന് ഇപ്പൊ പറയുമ്പോ നമുക്ക് അതിനൊരു നെഗറ്റീവ് ഷെയ്ഡ്
ഉണ്ട്. എങ്കിലും നമുക്ക് കുറെ അധികം ആളുകളും വീട്ടില് നമുക്കൊന്നും ചെയ്യാനില്ലാതെ ആകെ പ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നമ്മുടെ ടൈമിനൊന്ന് കില്ല് ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ എന്റെ അറിവിൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ ഒരു ബേക്കറായ ഒരു നിമിഷമായിരുന്നു അന്ന്. പിന്നെ എന്റെ വീട്ടിൽ തന്നെ പറഞ്ഞു, വെറുതെ ഗ്യാസ് കളയണ്ട, കേക്ക് നമുക്ക് വേണമെങ്കിൽ കടയിൽ പോയി വാങ്ങിക്കാം എന്നോട് പറഞ്ഞോടുകൂടി ഞാൻ എന്റെ കഴിവിനെ അവിടെ കുഴിച്ചു മൂടി എന്നുള്ളതാണ് സത്യം. അല്ലാണ്ട് അത് നാശമായിട്ടൊന്നല്ല കേട്ടോ. പക്ഷെ ഇനി നമുക്ക് സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ നിവ്യയുടെ കഴിവ് കൊണ്ടുവരാൻ കോവിഡിന്റെ സമയം തന്നെ വേണ്ടി വന്നു എന്നുള്ളത് വേറൊരു നിമിത്തമായിരിക്കും അല്ലെ? ഒരൊറ്റ വട്ടം അന്ന് ട്രൈ ചെയ്തു, അത്ര തന്നെ. ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് എന്റെ ഒരു സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോ വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കോവിഡ് ടൈമും സാധാരണ ഒരു ടൈമും അങ്ങനെ വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എല്ലാവരും വീട്ടിലുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഇപ്പൊ വർക്ക് ജോബിന് പോവുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കിട്ടണ സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇരിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാ പുതിയ പുതിയ കാര്യങ്ങൾ. അപ്പൊ എന്താ പറയാ, ഉച്ചക്കൊക്കെ കുറച്ച് നമുക്ക് ടൈം കിട്ടുമല്ലോ. ഇപ്പൊ ചോറൊക്കെ ഉണ്ട്, മൊത്തം പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് മക്കളൊക്കെ ഉറങ്ങുക, മക്കളൊക്കെ ഉറങ്ങുന്ന ടൈം, ഊണൊക്കെ കഴിഞ്ഞ് ചിലപ്പോ അവർ ഉറങ്ങും. ആ ഒരു ടൈമില് ചെയ്തൊരു പരിപാടിയാണിത്. പക്ഷെ ഇന്ന് ആ പരിപാടി കാരണം ഞങ്ങൾ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് നിവ്യ. ഓക്കെ, അപ്പൊ എന്തായാലും നിവ്യ, നമുക്ക് എല്ലാ വിശേഷങ്ങളും ഇപ്പൊ തന്നെ പറഞ്ഞു തീർത്താ അങ്ങോട്ട് ശരിയാവില്ല അല്ലെ? ഒരു പാട്ടാ കേട്ടാലോ? ഓക്കെ, അപ്പൊ ദാ റേഡിയോയില് സൂപ്പർ ആയിട്ടുള്ള പാട്ടൊക്കെ വരുന്നുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്രയുടെ ഞായറാഴ്ചയിലെ സ്പെഷ്യൽ മെനു ആണ് ഇമ്മിണി ബെല്ലൊരാൾ. ഇമ്മിണി ബെല്ലൊരാളിൽ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാളല്ല, ഒരുപാട് ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളാണ് കേട്ടോ, നമ്മുടെ സ്വന്തം നിവ്യ വിനിഷ്. അപ്പൊ നിവ്യ, നമ്മൾ ഇനി കുറച്ചധികം കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവാണ്. ഇനി എനിക്ക് പറയാനുള്ളതും വേറെയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, യൂട്യൂബ് ചാനൽ ആയിരുന്നു എല്ലാത്തിന്റെയും ഒരു തുടക്കം അല്ലെ? അപ്പൊ എങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയിലേക്ക്, അല്ലെങ്കിൽ ഈ നിവിൻ ആർട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വരാനുണ്ടായ ഒരു ധൈര്യം എങ്ങനെയായിരുന്നു? ധൈര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താവുമോ എന്തോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലും അങ്ങനെ അധികം ആൾക്കാരും ഇന്നും ഇതിലില്ല. ഈ യൂട്യൂബില് ഇങ്ങനെ തരംഗമായിട്ട് നിൽക്കുന്നതിലുണ്ടായിരുന്നില്ല അല്ലെ? ആരുമില്ല. അപ്പൊ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പോവാണ്. അപ്പൊ എന്താവുമോ എന്തെന്ന് അറിയില്ല. അപ്പൊ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവര് ധൈര്യമായിട്ട് ചെയ്യേ, അങ്ങനെ അവർക്കും ഈ പറയുന്ന പോലെ അവർക്കും അറിയില്ല. പക്ഷെ എന്റെ ഹസ്ബൻഡ് കട്ടയ്ക്ക് നിന്നിട്ടുണ്ട് എന്റെ കൂടെ. തന്നെയല്ല, എനിക്ക് അതിൻ്റെതായ ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ എയറിലായി കഴിഞ്ഞാൽ എയറിലായി. അതാണ്. അതായത് നമ്മൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ഫേസ് ചെയ്യാനും നമ്മൾ തയ്യാറായിരിക്കണം അല്ലെ? തയ്യാറാവണം. അതിന്റെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, കാരണം ഇതിൽ രണ്ട് ഫേസ് ഉണ്ടല്ലോ. അപ്പൊ എന്താണെങ്കിലും നമ്മളത് ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടാണെങ്കിൽ ഓക്കെ. കാരണം എന്റെ ഹാപ്പിയാണ് ആളുടെ ഹാപ്പി എന്നുള്ള പോലെ ആള് പറയാം. അങ്ങനെ തന്നെ ഒരു പാർട്ട്ണറിനെ കിട്ടാൻ വളരെ ലക്കി ആവണം കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ് ടു നമ്മുടെ വിനീഷ് ചേട്ടൻ അല്ലേ? ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നു ഈ നിവിൻ ആർട്സിന്റെ നിവ്യ ആൻഡ് വിനീഷ് അല്ലെ, രണ്ടുപേരും വന്നിട്ടുണ്ട് ഇതില്. കുട്ടികള് രണ്ടുപേരുണ്ട് അല്ലേ? അവര് ഇടിവെച്ചിട്ടുണ്ടായിരുന്നോ ഞങ്ങളുടെ പേര് കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട്? അവര് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുറന്നുമ്പോൾ ഞങ്ങളുടെ പേരിടും എന്നുള്ള പോലെ ഒരു വാശിക്ക് പറഞ്ഞിട്ട്, ഞങ്ങൾ ഈ പണി അപ്പൊ തന്നോളാം, ഇതിനുള്ള റിവെഞ്ച് ഞങ്ങൾ അപ്പൊ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പോ നിവ്യയുടെ യൂട്യൂബിലേക്കുള്ള ഒരു കാൽവെപ്പിനെ പറ്റിയിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ എനിക്ക് വരാനുള്ളത് കേട്ടോ. നിവ്യ, പെട്ടെന്നൊരു ചോദ്യത്തിലേക്ക് പോയാലോ? ഇന്നത്തെ നമ്മുടെ ഈ ഇന്റർവ്യൂല് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചേക്കോ കേട്ടോ. ഒന്ന് ഉത്തരങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഏറ്റവും ടൈം എടുത്ത് ചെയ്യേണ്ടി വന്നത് ആരുടെ മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു? ഏറ്റവും ടൈം എടുത്തത് ഞാനൊരു 4 hours 5 hours വരെ ഇരുന്ന് കഷ്ടപ്പെട്ട് ചെയ്തത് നമ്മുടെ മമ്മൂക്ക സാറിന്റെ ആണ്. ആളുടെ ഏതായിരുന്നു മൂവി? ബ്രഹ്മയുഗം.
ഏതായിരുന്നു മൂവി ചോദിച്ചപ്പോ ഞാൻ ഇതാണോ എന്ന് ചോദിച്ചത് വേറൊന്നുമല്ല. കാരണം ഞാൻ ആദ്യം തന്നെ കണ്ടത്, ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് മമ്മൂക്കയുടെയും അതുപോലെ പേളിയുടെ ആയിരുന്നു. പേളി മാണിയുടെയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. മമ്മൂക്കയുടെ ബ്രഹ്മയുഗത്തിലെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മമ്മൂക്കയുടെ എന്ന് പറഞ്ഞപ്പോ ആദ്യം തന്നെ ബ്രഹ്മയുഗം എന്ന് അങ്ങോട്ട് എടുത്ത് ചോദിച്ചത് കേട്ടോ. കണ്ടിന്യൂ. ഓക്കെ, അപ്പൊ ആ ഒരു മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു കുറച്ചൊരു കഷ്ടപ്പാടുണ്ടായിരുന്നത്. കാരണം ഇത് ശരിയാവോ ഇല്ലേ എന്നൊന്നും എനിക്ക് അറിഞ്ഞായിരുന്നില്ല. പക്ഷെ എനിക്ക് എങ്ങനെയും ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ ചെയ്തതാണ്. എന്തായാലും ആ ഒരു റിസൾട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ടൈം വെറുതെ ആയില്ല, അതുപോലെ പെർഫെക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മമ്മൂക്ക സാറിന്റെ ആ മുഖം. നമ്മൾ ഏറ്റവും ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് നിവ്യയുടെ മുഖം വിതിൻ സെക്കൻഡ്സ് മാറുകയാണ്. നമ്മളിപ്പോ ആ വീഡിയോയുടെ ബിഗിനിങ് കണ്ടിട്ട് സ്പോട്ടിൽ നമ്മളൊന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിശ്വസിക്കില്ല അത് നിവ്യ ആണെന്ന്. ആ ഒരു പ്രോസസ്സ് മൊത്തം വീഡിയോ കണ്ടാൽ പോലും ചിലപ്പോൾ ചിലർ വിശ്വസിക്കണമെന്നില്ല. കാരണം അത്രയും പെർഫെക്ഷൻ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും അത്ഭുതത്തോടു കൂടി തന്നെ ഈ ഒരു കമന്റ് പറയുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും മമ്മൂക്കനെ ആയിരുന്നു ഏറ്റവും കൂടുതൽ നേരം എടുത്ത് ചെയ്തത് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വിക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതിന് മുൻപ് നമുക്കൊരു പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ, ഇതാ നമ്മൾ അടിച്ചു പൊളിക്കാനായിട്ട് പോവാണ്. ഇന്നത്തെ ഇമ്മിണി ബെല്ലൊരാളിൽ എന്നോടൊപ്പം ഉള്ളത് മേക്കപ്പ് ട്രാൻസ്ഫോർമേഷന്റെ ലോകത്ത് പുതിയ ഒരു കാൽ ചുവട് വെച്ചിരിക്കുന്ന നിവ്യ വിനീഷ് ആണ്. കേട്ടോണ്ടേയിരിക്കൂ. ദിസ് ഇസ് മീ RJ Anna and you are listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഇന്നൊരു ഞായറാഴ്ചയാണ്. കൂടെ ഇമ്മിണി ബെല്ലൊരാളിൽ അന്നയുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ ഒരു അതിഥി എന്ന് പറയുന്നത് മേക്കപ്പ് ട്രാൻസ്ഫോർമേഷന്റെ രംഗത്ത് പുതിയ ഒരു സിഗ്നേച്ചർ പതിപ്പിച്ച ഒരു വ്യക്തിയാണ്. അങ്ങ് UK-യിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു നമ്മുടെ സ്വന്തം നിവ്യ വിനീഷ്. നിവ്യ, അപ്പൊ നമ്മളിതാ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമായിരുന്നു അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോ നമ്മള് ബിഗിനിങ് സ്റ്റേജിലേക്ക് തന്നെ ഒന്ന് പോവാൻ കേട്ടോ. എന്റെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ എന്റെ സംശയങ്ങളിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യ കാലഘട്ടത്തിലേക്ക് തന്നെ പോവാണ്. വേറൊന്നുമല്ല, ഏറ്റവും കൂടുതൽ ഈ വൈറലായത് എപ്പോഴായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്തു തുടങ്ങി കുറച്ച് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി. ബട്ട് ജനങ്ങളിലേക്ക് അങ്ങോട്ട് എത്തിയത് ഏത് വീഡിയോയ്ക്ക് ശേഷമായിരുന്നു? അതൊരു 2 ഘട്ടമായിട്ടാണ് എന്റെ കുറച്ച് വൈറൽ ആയത് ഞാൻ വിശ്വസിക്കുന്നത്. വൈറൽ പ്രോസസ് 2 സ്റ്റേജ് ഉണ്ട്. ഇപ്പോ യൂട്യൂബിലും ഞാൻ ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് യൂട്യൂബിലാണ്. യൂട്യൂബില് എനിക്ക് റിമി ടോമിയുടെ ചെയ്തപ്പോഴാണ് എനിക്ക് എന്താ പറയാ അതൊരു 1 മില്യൺ അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ടായിരുന്നു അത്. അപ്പോ ആ സമയത്താണ് കുറച്ച് ആൾക്കാരിലേക്ക് ഇത് സ്പ്രെഡ് ആവാൻ തുടങ്ങി. ടെൻഷൻ ആയിട്ട് തുടങ്ങി. ഭയങ്കര ടെൻഷൻ ആയിരുന്നു. വെച്ചാൽ കുറെ കമന്റ്സുകൾ വരുന്നു, കുറെ സബ്സ്ക്രൈബേഴ്സ് വരുന്നു. അപ്പോ എന്താ പറയാ കുറെ നല്ല കമന്റ്സും കുറെ പൊട്ട കമന്റ്സും ഉണ്ട്. കുറെ പേര് ഇത് AI ആന്ന് പറയുന്നു, ക്യാമറ ട്രിക്ക് ആണെന്ന് പറയുന്നു. അതൊക്കെ ശരിക്കും ഒരു അപ്രിസിയേഷൻ ആണ് കേട്ടോ രവ്യ. കാരണം അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊരു ആള് ചെയ്തതാണെന്ന്. അതുകൊണ്ട് മാത്രമായിരിക്കും അതവര് പറയുന്നത്. അതെ, അപ്പൊ നമുക്ക് അറിയാത്ത കുറെ പേര്, അപ്പൊ നമുക്കിതൊന്നും ശീലമില്ല. അപ്പൊ കുറച്ച് പേര്, ഒരു 5-6 പേര് കമന്റ് ചെയ്യും, കുറച്ച് വ്യൂസ് ഒന്ന് വരും, ഒരു 500 വന്നു അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഇതിന്ന് പെട്ടെന്ന് ഇത്ര അധികം ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോ എന്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടണ ഒരു സമയമായിരുന്നു. നെക്സ്റ്റ് ഞാനിനി എന്ത് ചെയ്യണം, എന്ത് വർക്ക് ചെയ്യും എന്നുള്ള ഒരു പ്രഷറും ഒക്കെ എനിക്ക് വന്നു തുടങ്ങിയ ഒരു സമയമായിരുന്നു. അത് യൂട്യൂബിലൊക്കെ അങ്ങനെയാണ് എനിക്ക് കുറച്ച് വ്യൂസ് വന്നത്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ തുടങ്ങിയപ്പോ ഞാന് കമലഹാസൻ സാറിന്റെ ചെയ്തപ്പോഴാണ് ഇതേപോലെ ഒരു അപ്രോച്ച് ഉണ്ടായത്. അത് ഭയങ്കര, അത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ മാത്രല്ല, തമിഴ്നാട്ടിൽ നിന്നും പോകും. അങ്ങനെ കുറച്ച് വൈഡായിട്ട് ആളുകളൊന്നും അറിഞ്ഞല്ലേ? ശരിക്കും നിവ്യ പറഞ്ഞതിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. അതായത് നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊരു വർക്ക് അത് നല്ല രീതിയിൽ വിലയിരുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ലൊരു അപ്രിസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കാണ് പണി. കാരണം അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ കൂടുതൽ നമ്മൾ ഗ്രോ ചെയ്യണം. പ്രഷർ കൂടുന്നപ്പോഴാണ്. അതെ അതെ അതെ, ശരിക്കും കേട്ടോ. പക്ഷെ ആ പ്രഷർ കൂടിയതൊന്നും ഞങ്ങൾക്ക് എല്ലാതും സൂപ്പർ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. നിവ്യക്ക് എങ്ങനെയാണ് തോന്നുന്നത്? നല്ല മാറ്റം ഉണ്ടെന്നാണോ ഇപ്പൊ തോന്നുന്നത്? അതെ അതെ, ഞങ്ങൾക്ക് എല്ലാതും ഒരു ഒരു അടിപൊളി എന്നുള്ളൊരു ഭാവം മാത്രമേ കാണുന്നവർക്ക് വരുന്നുള്ളൂ കേട്ടോ. ഒരുപാട് സന്തോഷം കേൾക്കുമ്പോ. ഞാൻ ഇത് വെറുതെ പുകഴ്ത്തി പറയാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല, ഞാൻ ശരിക്കും ഫീൽ ചെയ്ത്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നുമല്ലോ. കമന്റ് സെക്ഷൻ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ വെറുതെ ടൈപ്പ് ചെയ്യുന്നതോ മനസ്സിൽ വരുന്നതും രണ്ടാണ്. ഇത് ശരിക്കും മനസ്സിൽ നമ്മൾ അങ്ങനെ വരും. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദെൻ
നിവ്യ നമ്മുടെ കുറേ അധികം സ്റ്റാർസിനെ സർപ്രൈസ് ചെയ്യാറുണ്ട്. അതായത് സ്വന്തം മുഖത്തെ ക്യാൻവാസ് ആക്കി ആ സ്റ്റാർസിനെ മുഖത്ത് കൊണ്ടുവരുന്ന അവരെ ഞെട്ടിപ്പിക്കാറുള്ള ഒരു വ്യക്തിയാണ് നിവ്യ. നിവ്യക്ക് തിരിച്ചിങ്ങോട്ട് ഈ സ്റ്റാർസിന്റെ റിപ്ലൈ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും സർപ്രൈസ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു റിമി മാമിന്റെ ഒക്കെ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റയിലായപ്പോഴാണ് നമുക്ക് അങ്ങനെ കിട്ടാൻ തുടങ്ങിയത് കേട്ടോ. അപ്പൊ യൂട്യൂബിലാണെങ്കിൽ നമുക്ക് പെളിമാണി, അതേപോലെ കാർത്തിക് സൂര്യ, ഇവരുടെയൊക്കെ സ്ഥിരം വീഡിയോസ് കാണുന്ന ആളായിരുന്നു, ഒരു ആരാധകയാണ്. അപ്പോ അവരുടെ ഒരു കമന്റ്സ് കാണുമ്പോ അവരെ നമ്മൾ ചെയ്യുന്നത് അത്ര ഇഷ്ടത്തോടെയാണ്. അപ്പൊ അവരുടെ കമന്റ്സ് കാണുക, അവരുടെ സപ്പോർട്ട് അറിയുക, അവര് വീഡിയോ ഷെയർ ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. കുറച്ച് പേരിലേക്കൊക്കെ എത്തുകയല്ലേ നമ്മുടെ വീഡിയോ. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ സുഹാസിനി മാമിന്റെ കയ്യിൽ നിന്ന്, അയ്യോ അതായിരുന്നു എനിക്ക് ഭയങ്കര എന്താ പറയാ, അങ്ങനെ ലെജൻഡ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഫോളോ ചെയ്തു തിരിച്ച്, അങ്ങനെയൊക്കെ കാണുമ്പോ ഞാനിത് കാണിക്കാത്ത ആൾക്കാരില്ല, എല്ലാവർക്കും സ്ക്രീൻഷോട്ട് എടുക്കുന്നു, അയക്കുന്നു. അയ്യോ ശരിക്കും നമ്മൾ അവരെ ചെറുപ്പം തൊട്ടേ കണ്ടു വളർന്നിട്ടുള്ളവര് നമ്മളെ തിരിച്ച് റെക്കഗ്നൈസ് ചെയ്യാന്ന് പറയുമ്പോ അല്ലെ. അതുപോലെ ലാൽജോ സർ, ഡയറക്ടർ, അവരൊക്കെ ഇതേപോലെ തിരിച്ച് ഫോളോ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അതൊക്കെ ചെയ്യുമ്പോ നോക്ക് ഭയങ്കര സന്തോഷം. അടിപൊളി. അപ്പൊ ദാ വീണ്ടും എന്റെ ക്യുക്കെസ്റ്റിന്റെ സമയം ആയിട്ടുണ്ട് കേട്ടോ. നിവ്യ, നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ചെയ്യേണ്ടി വന്ന ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഏറ്റവും എളുപ്പത്തിൽ മുഖത്ത് മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റിയത് ആരായിരുന്നു? ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് ഇപ്പൊ സെലിബ്രിറ്റീസിന്റെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റണത് റിമി മാമിന്റെ, അതേപോലെ നയൻതാര മാമിന്റെ ഒക്കെ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്താ പറയാ, പബ്ലിക്കായിട്ടും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, ചെയ്ത് കാണിക്കാൻ പറ്റും. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് അധികം സമയം വേണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഒരു 1 hour എന്തായാലും എനിക്ക് വേണം, എല്ലാം ചെയ്ത് വരാൻ ഒരു 1 hour വേണം. 1 hour മതിയോ? അതിനേക്കാളും കുറച്ച് ഞാൻ ചെയ്തിട്ടുള്ളത് പറയുകയാണെന്നുവെച്ചെങ്കിൽ, ഇപ്പൊ ഞാൻ അടുത്ത് നഷ്ടപ്പെട്ടു പോയവരുടെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അപ്പൊ അവരുടെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഈ 1 hour എനിക്ക് എടുക്കാറില്ല. അതെനിക്ക് ഭയങ്കര ഒരു അതിശയം പോലെ എനിക്ക് തോന്നാറുണ്ട്. തന്നെയല്ല അവരുടെ കറക്റ്റ് എനിക്ക് വരാറുമുണ്ട്. ഇപ്പൊ ഒരു 45 minutes അതിന്റെ ഉള്ളിലൊക്കെ എനിക്ക് ചെയ്ത് എടുക്കാൻ പറ്റാറുണ്ട്. ഓക്കെ, ഈ വിശേഷം ഇതെന്താണെന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിണ്ടാവില്ല. നമുക്ക് അതിനെപ്പറ്റി കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കാം കേട്ടോ, അല്ല നിവ്യ? ഓക്കെ, അപ്പൊ നമ്മളിതാ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ആളുകളുടെ പേരും നിവ്യ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ, വേറൊന്നുമല്ല, ഇത് ലേഡീസ് ആയതുകൊണ്ടാണോ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയത്, അങ്ങനെയുണ്ടോ? അതൊരു ഫാക്ട് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെ ഫേസും ഓരോ പോലെയാണ്. നമ്മളിപ്പോ സിമ്പിൾ എന്ന് തോന്നണ ചിലപ്പോ പറ്റാറില്ല. അപ്പം അതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മളിതാ അത്ഭുതത്തിന്റെ പല പല ചോദ്യങ്ങളിലേക്കും കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇമ്മിണി ബെല്ലുറാളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾ കുറെ അധികം വിശേഷങ്ങളിലേക്ക് കൂടി പോകാനുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ. ദിസ് ഇസ് സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മിണി ബെല്ലൊരാൾ. കൂടെയുള്ളത് അനയാണ്. ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന ആ ഇമ്മിണി ബെല്ലൊരാൾ അങ്ങ് UK നിന്നും നമ്മോടൊപ്പം ചേരുന്ന ആൾമാറാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓരോ നിമിഷവും തന്റെ മുഖം ക്യാൻവാസ് ആക്കി സെലിബ്രിറ്റീസുകളെയും അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെയും മുഴുവൻ തന്റെ മുഖത്തേക്ക് വരച്ച് നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന നിവ്യയാണ് നമ്മോടൊപ്പം വന്നിരിക്കുന്നത്. അപ്പൊ നിവ്യയുടെ മറ്റുള്ള ഇൻട്രസ്റ്റുകൾ ഏതൊക്കെയാണ്? ലൈക്ക് ഇപ്പോ മേക്കപ്പ് ട്രാൻസ്ഫോർമേഷന്റെ കാര്യം നമുക്കറിയാം. അപ്പോ വരയ്ക്കോ? ചെറുതായിട്ട് വരയ്ക്കാറുണ്ട്. ചെറുതായിട്ട് കമ്മീഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ വേറെന്തെങ്കിലും ഹോബീസ് ഉണ്ടോ? പിന്നെ ഞാന് ആർട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് ഇവിടെ കുട്ടികൾക്ക്. ആർട്സിന്റെ ആർട്ടാണല്ലേ? ഓക്കെ, ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലെ കുട്ടികൾക്ക്? അതെ, ക്ലാസ് എടുക്കുന്നുണ്ട്. വീട്ടിൽ തന്നെയാണോ? വീട്ടിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഏകദേശം എത്ര കുട്ടികൾ വരുന്നുണ്ട്? ഇപ്പൊ ഒരു 15 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അതെ, ഒരു ബാച്ച് ആയിട്ട്. ബാച്ച് ആയിട്ടാണ് നമ്മൾ ഈ ട്യൂഷനൊക്കെ എടുക്കുന്ന പോലെ? ഒരു 4 to 5 കിഡ്സിനെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്ന പോലെ. പിന്നെ ചെറിയ കുട്ടികളല്ല, അപ്പൊ അവർക്കും ഓരോരുത്തരായിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കണ വെച്ചെങ്കിൽ നമുക്ക് ഒരു ബാച്ചില് 4 അല്ലെങ്കിൽ 5 അങ്ങനെയായിട്ട് കുട്ടികളെ എടുക്കുന്നത്. ഓക്കെ. അപ്പോ ഈ ഒരു ആർട്ട് ക്ലാസ് തുടങ്ങിയത് കോവിഡിന് മുൻപേ ഉണ്ടായിരുന്നോ അതോ അതിനുശേഷമായിരുന്നോ? ഇത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ ഒരു 2 year ആവണു ഇപ്പൊ തുടങ്ങിയിട്ട്. നിവ്യയുടെ ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ സംഭവിച്ചിരിക്കുന്നത് ഈ 2020 ശേഷമാണല്ലേ? അതെ. ഓക്കെ, അടിപൊളി. ഈ കുട്ടികള് 6ാം തമ്പുരാനിൽ പറയുന്ന പോലെ ചക്കയോ മാങ്ങയോ ഒക്കെ കൊണ്ടുവരാറുണ്ടോ?
അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ ആണ്, അതിന് കൂടുതലൊന്നുമില്ല. അതാണ്. ഭയങ്കര ഇഷ്ടമാണ് അവരുടെ പാരന്റ്സ് പറയുന്നതൊക്കെ. ഒരുപാട് ഇഷ്ടമാണ് വേറെ. അപ്പൊ അവിടുത്തെ സ്കൂൾ ടൈം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്തിട്ടൊക്കെയാണോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ? അവിടുത്തെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് കുട്ടികളുടെ ക്ലാസ്. ഓക്കെ. നിവ്യ ഒരു വീട്ടമ്മയാണല്ലോ. അതെ. അപ്പോ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഷുവറായിട്ടും. ഈ ഒരു കാര്യം തുടങ്ങാനായിട്ട് പ്രേരിപ്പിച്ചത് ആരായിരുന്നു? സ്വന്തമായിട്ട് തോന്നിയതായിരുന്നോ അതോ നേരത്തെ പറഞ്ഞ പോലെ ഹസ്ബൻഡ് തന്നെയായിരുന്നോ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്? സ്വന്തമായിട്ട് തുടങ്ങിയത് തന്നെ. സ്വന്തമായിട്ട് ഇപ്പൊ യൂട്യൂബ് ആണെച്ചെങ്കിലും സ്വന്തമായിട്ട് ഞാൻ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങിയത്. ഓക്കെ. അപ്പോ കൂടെ കുറച്ച് ഇൻട്രസ്റ്റുകൾ കൂടി ഉണ്ടല്ലോ, ഹോബീസ് ഒക്കെ ഉണ്ടല്ലോ. എനിക്കറിയാം, ഡാൻസ് കളിക്കില്ലേ? ഡാൻസ് ചെറുതായിട്ടുണ്ട്. ഈ ചെറുതായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ വിചാരിക്കും ഓ ഇങ്ങനെ വെറുതെ രണ്ട് കൈയൊക്കെ ഇങ്ങനെ വെറുതെ കൊട്ടും കൈ കൊട്ടും എന്നൊക്കെ വിചാരിച്ചിരിക്കോ. നല്ല അടിപൊളി ക്ലാസിക്കൽ ഡാൻസർ ആണ് അല്ലേ? അതിങ്ങോട്ട് പറഞ്ഞേക്ക്. ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്ന ആൾക്കാർ കളിക്കുന്നതല്ല, അത്ര തന്നെ. ഇപ്പൊ ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മളെ വീഡിയോസിൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ എടുത്ത് ചോദിക്കാൻ പറ്റുന്നത്. ഇഷ്ടമാണ്, ഒരു ഇഷ്ടം, നമ്മുടെ ഒരു പാഷൻ ഉണ്ടാവല്ലോ നമുക്ക് ആർട്ടിനോടുള്ള, അതിന്റെ ഒരു ഇഷ്ടം. ഇനി മറ്റേ ഒരു സിനിമയിൽ ചോദിക്കുന്ന പോലെ പാടുവോ? ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചോണ്ടിരിക്കുകയാണ് നിവ്യയുടെ അടുത്ത്. നിവ്യ ഇങ്ങോട്ട് പറഞ്ഞേക്ക്. ഞാൻ പാടുമെന്നാണോ? പിന്നല്ലാതെ. പാട്ട് ഇതേപോലെ ഇഷ്ടമാണ് പാടാൻ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ പാട്ടൊക്കെ പാടാൻ, പാട്ട് പാടാനും ഡാൻസ് കളിക്കണം. അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ, പാട്ടിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ റേഡിയോയിൽ കുറച്ച് പാട്ട് കേട്ടാലോ? ഓക്കെ, ഷുവർ ആയിട്ട്. ഓക്കെ. നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. കേട്ടോണ്ടേയിരിക്കൂ. ഇമ്മിണി ബെല്ലൊരാളിൽ കൂടെയുള്ളത് അന്നയാണ്, എന്നോടൊപ്പം നിവ്യ വിനീഷ്. 89.6 സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഈ മെഡിബെല്ലൊരാൾ. നമ്മള് ഇന്ന് മേക്കപ്പ് ട്രാൻസ്ഫോർമേഷന്റെ രാജകുമാരി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് കൂടെ ഉള്ളത്, നിവ്യ വിനീഷ്. നിവ്യ, നമ്മള് നിവ്യയുടെ കുറച്ച് ഇൻട്രസ്റ്റുകൾ അല്ലെങ്കിൽ ഹോബീസിനെ പറ്റിയിട്ടൊക്കെ കേട്ടു. അപ്പോ അതില് ഈ ആർട്ട് ക്ലാസിന്റെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. മൊത്തത്തില് ഈ മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ കുറച്ചധികം സമയം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഈ ടൈം മാനേജ് ചെയ്യുന്നത്? ടൈം മാനേജ്മെന്റ് ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. അതെ, സമയമില്ല, അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ? അത് ഉണ്ടാക്കുകയാണ്. അതെ അതെ. ഇപ്പൊ 2 കുട്ടികളുണ്ടല്ലോ, അപ്പൊ ഏതൊരാൾക്കും ചിന്തിക്കാൻ പറ്റുന്ന പോലെ തന്നെ അത്ര തന്നെയുള്ളൂ നമുക്ക് സമയം. അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ നമുക്കൊരു കാര്യം വിചാരിച്ചാൽ നമ്മളത് ചെയ്യില്ലോ. ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് നടക്കും അല്ലേ? അതന്നെ, അത് നടത്തിക്കും നമ്മളെ. അതാണ്. പിന്നെ നമ്മളിത് ചെയ്യുന്നത് ആരും ഫോഴ്സ് ചെയ്തിട്ടല്ലോ, ഇഷ്ടത്തോടെ ആവുമ്പോ പിന്നെ സമയമൊക്കെ തന്നെ വന്നോളൂ. വരും. അത് ആ ഒരു ഇഷ്ടമാണ് മെയിൻ ഉണ്ടാവേണ്ടത്. അത് ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും അല്ലേ, അതുണ്ടെങ്കിൽ നമുക്കത് നമ്മൾ എന്തായാലും ചെയ്തിരിക്കും. ഓക്കെ. അപ്പോ ഈ സമയം എന്റെ ക്വിക്ക് ക്വസ്റ്റ്യനുള്ള സമയമാണ് കേട്ടോ. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും സ്പീഡിൽ ചെയ്യാൻ പറ്റിയത് ആരാണ്, ഏറ്റവും സ്ലോവിൽ ചെയ്ത് കഴിഞ്ഞത് ആരാണെന്ന് ചോദിച്ചു. ഇനി എനിക്ക് അറിയാനുള്ളത്, ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു വർക്ക് ഏതായിരുന്നു? ലൈക്ക് ഇപ്പോൾ മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ തന്നെ ആവണമെന്നില്ല കേട്ടോ, വേറെ ഇപ്പോൾ ആർട്ട് ക്ലാസിന്റെ ആണെങ്കിലും ഇപ്പോൾ പുതിയതായിട്ടൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ടല്ലോ, നമ്മുടെ പോളിമർ ക്ലേ സ്കൾപ്ചർ, അങ്ങനെ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഡയറക്റ്റ് ആയിട്ട് അപ്രിഷിയേറ്റ് ചെയ്തതാവട്ടെ ഇൻഡയറക്റ്റ് ആവട്ടെ, ഏതാണെങ്കിലും കുഴപ്പമില്ല, ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞ വർക്ക് ഏതായിരുന്നു? അതെ, കമലഹാസൻ സാറിന്റെ തന്നെ. ഓക്കെ. അപ്പൊ ഇൻസ്റ്റഗ്രാം വഴി വൈറലായതായിരുന്നു അല്ലെ? അതെ അതെ അതെ. ഓക്കെ. അപ്പോ കുറെ നാടുകളിൽ നിന്ന് പല പല സ്ഥലങ്ങളിൽ നിന്ന് അപ്രിസിയേഷൻ കിട്ടിയിരിക്കുകയായിരുന്നു. അത് ഭയങ്കര ഒരു മെമ്മറി ആയിരിക്കുമല്ലോ. അതെ, ഷുവറായിട്ട്. കൊറേ പേര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊറേ ഇങ്ങനെ ന്യൂസ് ഒക്കെ പോലെ ഇല്ലേ, അത് തമിഴ്നാട്ടിലും ഒക്കെ. എന്നിട്ട് അവരുടെയൊക്കെ വാട്സപ്പ് വഴിയൊക്കെ നമുക്കൊരു ലിങ്ക് ഒക്കെ വരില്ലേ, ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്ന ഒരു കലാകാരി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ എനിക്ക് മെസ്സേജുകൾ വരിക. അതുപോലെ ഹസ്ബൻഡൊക്കെ ഇപ്പൊ കുറെ ചെന്നൈ ഫ്രണ്ട്സ് ഒക്കെ ഉള്ള ആളാണ്. ആളുടെ TCS ചെന്നൈയിലാണ്. അപ്പൊ അവരുടെ വാട്സപ്പ് വഴിയും ഒക്കെ ഏട്ടൻ അയച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളതായിരുന്നു. അടിപൊളി. പിന്നെ ഞാൻ ഈ അടുത്ത് ശ്രദ്ധിച്ചായിരുന്നു, അതായത് സ്വന്തം വീട്ടുകാർക്കും ഇതുപോലെ അത്ഭുതപ്പണി കൊടുക്കുന്ന ഒരാളാണ് നിവ്യ എന്ന്. കാരണം മദേഴ്സ് ഡേയില് സ്വന്തം അമ്മയെ ചെയ്തില്ലേ മുഖത്ത്, അതെങ്ങനെയുണ്ടായിരുന്നു വീട്ടുകാരുടെ എക്സ്പ്രഷൻ? അത് ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്ത ഒരു വർക്കാണ് അത്. അതെ, നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ലേ നമ്മുടെ അമ്മേനെ ചെയ്ത് കഴിയുമ്പോൾ, ഒരു സന്തോഷം. എനിക്ക് ചെയ്യണതിന്റെ ഇടയിലൊക്കെ എനിക്ക് കണ്ണൊക്കെ നിറയണ ഒരു അവസരമായിരുന്നു. അതൊക്കെ ഒരു മെമ്മറി ആയിരുന്നു. സൂപ്പർ ആയിരുന്നു.
ആ ഒരു സമയം. സിബ്ലിങ്സ് ഒക്കെ ഉണ്ടോ നിവ്യക്ക്? ഉണ്ട്, എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവരിലേക്ക് നമുക്ക് അതൊക്കെ വരാം. ഞാൻ ഉദ്ദേശിച്ചത് പെട്ടെന്ന് അവരൊക്കെ കണ്ടപ്പോ ഞെട്ടിയോ? അവർക്കൊക്കെ വീഡിയോ കോൾ ആയിട്ട് ലൈവായിട്ട് പോയില്ല. അപ്പൊ അവര് എന്താ അമ്മയെന്നൊക്കെ ചോദിച്ചോ? അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞു. അയ്യോ അവരുടെ മക്കളൊക്കെ ഉണ്ട്, ചേച്ചിയുടെ മക്കളൊക്കെ ഇതുപോലെ അയ്യോ അമ്മ അങ്ങനെയൊക്കെയുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു. അടിപൊളി. ഇപ്പൊ ഈ സന്തോഷത്തിന്റെ ഒരു ലഹരിയിൽ ഇരിക്കുമ്പോ എനിക്കൊരു പാട്ട് കേൾക്കണം നിവ്യ. ഷുവറായിട്ട്. അപ്പൊ നമ്മൾ ഈ ഒരു അടിപൊളി ഹാപ്പി മൊമെന്റിൽ ഒരു പാട്ട് കേൾക്കാൻ പോവാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ ഇമ്മിണി ബല്യൊരാൾ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മിണി ബല്യൊരാൾ. നമ്മോടൊപ്പം ഇന്ന് കൂടെയുള്ളത് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ മേക്കപ്പ് ട്രാൻസ്ഫോർമേഷന്റെ യഥാർത്ഥ ഉടമയാണ് നിവ്യ വിനീഷ് ഫ്രം UK. അപ്പൊ UK നിന്നാണ് നമ്മുടെ അടുത്ത് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും UK ഇപ്പോഴത്തെ വിശേഷങ്ങളൊന്ന് ചോദിച്ചേക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഓണം സെലിബ്രേഷൻ ഒക്കെ? ഓണം ഇവിടെ ഞങ്ങള് അടിച്ചു പൊളിച്ചു. നമ്മുടെ ഫാമിലി ആയിട്ട് മക്കളും ഹസ്ബൻഡൊക്കെ ആയിട്ട് ഞങ്ങൾ 4 പേരുള്ള വീട്ടില്. അപ്പൊ അവരായിട്ട് ഞങ്ങൾക്ക് പറ്റണ രീതിയിൽ ഞങ്ങള് ഓണം അടിപൊളിയാക്കി മാക്സിമം സെലിബ്രേറ്റ് ചെയ്തു. അതെ, ശരിക്കും UK പുറത്തുള്ളവർക്ക് പറയാനുള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള പോലെ. അപ്പൊ അതേപോലെ തന്നെ ഞങ്ങള് അടിച്ചു പൊളിച്ചാണ് മാക്സിമം തകർത്തു. സ്ഥലം ഏതായാലും നമ്മുടെ മനസ്സിൽ ആ ഒരു ഓണത്തിന്റെ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മള് പൊളിക്കും അല്ലെ? അതന്നെ, ഒരു വൈബ് ഉണ്ടായാൽ മതി. ഇപ്പോ അവിടെ ചുറ്റുവട്ടത്തൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസ് നടക്കുന്നുണ്ടോ ഓണം ബേസ്ഡ്? ഉണ്ടായിരുന്നു. ഇവിടെ UK ഓരോ പ്ലേസിലായിട്ടുണ്ട്. പക്ഷെ നമ്മളതൊക്കെ അറിഞ്ഞ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ അത് അറിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഒരു വിഷമം. ഇനി നെക്സ്റ്റ് ടൈം നോക്കാം. അതാണ് ഓക്കെ. അടുത്ത വർഷം പാക്കലാം. അതെ ഇവിടെ ഉണ്ടെങ്കിൽ. അതെ ഓക്കെ. ഞാൻ അത് ചോദിക്കാനായിരുന്നു വന്നത്. അതായത് എത്ര നാളായി ഇപ്പൊ UK പോയിട്ട്? ഇപ്പൊ ഞങ്ങളൊരു 9 years ആയി ഓൾമോസ്റ്റ്. ഓക്കെ. ഇപ്പൊ ഇനി അവിടെ സെറ്റിൽ? അതൊരു 10 years ആവണം. ഓക്കെ. 10 year ആവുമ്പോഴാണ് നമുക്ക് അതിനുള്ള ഒരു റെസിഡൻസ്. അതെ. ഓക്കെ. അപ്പോ നമ്മുടെ പ്രൊജക്ട് എക്സ്റ്റെൻഡ് ചെയ്യണം നിൽക്കുന്ന അങ്ങനത്തെ ഒരു വിസ ടൈപ്പാണ് ഞങ്ങളുടെ. ഇപ്പൊ ഹസ്ബൻഡിന്റെ ജോലി കാരണമാണോ അങ്ങോട്ട് പോയത്? അതെ. ആളുടെ പ്രൊജക്ട് അനുസരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ചെന്നൈയിലായിരുന്നു ആക്ച്വലി. ഒരു പ്രവാസിയോട് കോമൺ മലയാളി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നാട്ടിൽ എവിടെയാന്ന്. അപ്പൊ നമ്മൾ തൃശ്ശൂരാണെന്ന് നേരത്തെ പറഞ്ഞു. തൃശ്ശൂരിൽ എവിടെയാണ്? തൃശ്ശൂർ നമ്മുടെ ഗുരുവായൂർ അടുത്താണ്, ആളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഗുരുവായൂരാണ്. അതെ. ഗുരുവായൂർക്ക് ഒരു 15 മിനിറ്റ് അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ 2 ചേച്ചിമാരുണ്ട്. ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞു. ഓക്കെ. ഇപ്പൊ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ട് വീട്ടില്. പിന്നെ ഹസ്ബൻഡ് വീട്ടിലാണെങ്കിൽ അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, വൈഫ്, മക്കള്. അപ്പൊ നാട്ടിലേക്ക് ഈ അടുത്ത് അങ്ങനെ വന്നിരുന്നോ? നാട്ടിലേക്ക് ഞങ്ങള് ജനുവരിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ആഘോഷരാവായിരുന്നിട്ടുണ്ടാവും അല്ലെ? അതെ, ഞങ്ങളൊരു സർപ്രൈസ് വിസിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതും ഇതുപോലെ മുഖത്ത് പെയിന്റ് അടിച്ചിട്ടാണോ പോയേ? അല്ല, ഞാനായിട്ട് തന്നെ പോയതാണല്ലേ? ഇപ്പൊ നിവ്യയുടെ പരിചയക്കാർക്കൊക്കെ പേടിയായിരിക്കും, ഏത് സമയത്ത് വേണമെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിട്ട് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരാളായതുകൊണ്ട്. അറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടോന്ന് അറിയില്ല. ഓക്കെ. പക്ഷെ എന്റെ ഒറിജിനൽ ഫേസ് കാണുമ്പോ ഇതേപോലെ എന്റെ പ്രേക്ഷകര് ചോദിക്കാറുണ്ട്, ഇത് ഒറിജിനൽ തന്നെയാണോ, എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നു ചോദിക്കാറുണ്ട്. അതെ, ഇനി ഇതും മേക്കപ്പ് ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമാണോ ചോദിക്കാറുണ്ടല്ലേ? ഓക്കെ. ഇതാ ക്യൂക്വസ്റ്റിന്റെ സമയമായിട്ടുണ്ട്. നിവ്യക്ക് പബ്ലിക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ചോദ്യം എന്താണ്? ആദ്യം ചോദിക്കുന്നത് ഈ പറയണ പോലെ ഇപ്പൊ ഈ UK അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആരും നമ്മളെ അറിയില്ല. നാട്ടില് വന്നിട്ടുള്ള സമയത്താണ് ഇതേപോലെ നിവിൻ ആർട്സിലെ ചേച്ചിയല്ലേ, വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, അടിപൊളിയാണ്. ആ ഒരു സംഭവമാണ് എപ്പോഴും പറയാ. നിവിൻ ആർട്സിലെ മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യണ ചേച്ചിയല്ലേ എന്ന് ചോദിക്കാം. ഇത് നിവിൻ ആർട്സ് അല്ലേ? ഓക്കെ. അപ്പൊ ഒരു അത്ഭുതമാണ് എല്ലാവരുടെയും മുഖത്ത് കാണുന്നേ. അതെ. അതിന് പറയാറുണ്ട്, കൂടുതൽ സംസാരിക്കാൻ പറയോ എങ്ങനെയാ ചെയ്യുന്നത്, ഭയങ്കര ഞങ്ങൾ കണ്ടിട്ടില്ല, ഇങ്ങനെ എവിടെയും കണ്ടിട്ടില്ല, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ കേൾക്കും. സന്തോഷം കേൾക്കുമ്പോ. ഓക്കെ. അപ്പൊ നിവ്യനെ കാണുമ്പോ ജനങ്ങളുടെ ആ ഒരു അത്ഭുതം വരുന്നത് പോലെ നമ്മൾ ആ ഒരു അത്ഭുതത്തോടു കൂടി തന്നെ ഒരു പാട്ടിലേക്ക് പോവാണ്. കേട്ടോണ്ടേയിരിക്കും. ഇത് ഇമ്മിണി ബല്യൊരാളാണ് ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മിണി ബല്യൊരാൾ. ഈ ഞായറാഴ്ച ഇന്ന് നമ്മുടെ സർഗക്ഷേത്രയില് ഒരു പുലിക്കുട്ടിയാണ് വന്നിരിക്കുന്നത്. അങ്ങ് UK നിന്നും ചേരുന്നു നമ്മോടൊപ്പം നിവ്യ വിനീഷ്. മേക്കപ്പ് ട്രാൻസ്ഫോർമേഷന്റെ രംഗത്ത്
വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ് നിവ്യ. അപ്പൊ നമ്മൾ കുറച്ചധികം വിശേഷങ്ങൾ അറിഞ്ഞു, കുറെ തമാശകൾ പറഞ്ഞു, ഒക്കെ പോട്ടെ. ഇനി എനിക്ക് അറിയാനുള്ള ഒരു കാര്യമുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമാണ്, വേറെ ഒന്നുമല്ല. അതായത് നമ്മൾ നോർമൽ ആയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ നോക്കുമ്പോൾ ഈ നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമന്റ്സും ഒരുപോലെ വന്നിട്ടുണ്ടാവും. ചിലതൊക്കെ നെഗറ്റീവ് കമന്റ്സ് മാത്രമായിരിക്കും. പക്ഷേ നിവ്യയുടെ അക്കൗണ്ടിലേക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഈ നെഗറ്റീവ് കമന്റ്സ് കാണാൻ എനിക്ക് കഴിയുന്നില്ല. എപ്പോഴെങ്കിലും നെഗറ്റീവ് കമന്റ്സ് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ട്. ഐഡിയ അല്ല, അതൊക്കെ ഉണ്ട്. എനിക്ക് എന്താ പറയാ, കുറച്ചധികമൊക്കെ ആവുമ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ലിമിറ്റഡ് ആക്കാറുണ്ട്. അത് അങ്ങനെ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ, 2 വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളെ ചെയ്തപ്പോ അത് എന്റെ ഹസ്ബൻഡിന്റെ ഒരു ഇഷ്ടത്തിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. അപ്പോ അവരുടെ ചെയ്തപ്പോ ഇതേപോലെ ധോണിയുടെ അതേപോലെ പിന്നെ ഒരാളുടെ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ വിരാട് കോഹ്ലിയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്താ പറയാ, ആ സമയത്ത് വരുന്നുണ്ടാവില്ല, നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന പോലെ വരില്ലല്ലോ നമ്മുടെ ഫേസിൽ ചിലപ്പോ. പക്ഷെ ഏതാണ്ടൊക്കെ ഇപ്പൊ ഞാൻ ഇവിടെ കുറച്ച് പേരെ കാണിക്കും ഞാൻ ഇത് ആരാന്ന് മനസ്സിലാവും, എന്നിട്ട് മാത്രം ഞാൻ ഇടാറുള്ളൂ. അപ്പൊ നമ്മുടെ ഇതിലെ വ്യൂവില് മാത്രം നോക്കാണ്ട് കുറച്ച് ആൾക്കാരുടെയും കൂടി അവർക്കും കൂടി മനസ്സിലാവുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ. ഇപ്പൊ നമുക്ക് തന്നെ സാധാരണ പറയുമ്പോ നമുക്ക് ഒരാളെ കാണുമ്പോ നമ്മൾ വിചാരിക്കില്ലേ ഇത് ആളുടെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോ ചിലപ്പോ അടുത്ത് കണ്ട ആള് പറയും വേറെ ഇന്ന ആളുടെ പോലെയാണ് എനിക്ക് തോന്നുന്നത് പറയും. അപ്പൊ അതേപോലെ ഓരോരുത്തരുടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടാണ് ഞാൻ ഇടാറ്. അപ്പൊ അവര് ഇത് മെസ്സേജ് ആ സ്ക്രീൻഷോട്ടിൽ തന്നെ കാണുമ്പോ ഇന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് എന്നുള്ള പോലെ തോന്നാറുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇടാറ്. ഇത് ഇട്ടപ്പോ അധികം ആൾക്കാരിലേക്ക് അങ്ങോട്ട് അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. മെയിൻ ആയിട്ട് കുറെ നമ്മുടെ നോർത്ത് ഇന്ത്യ അങ്ങനത്തെ ഏരിയസിലേക്കാണ് അത് കൂടുതൽ പോയത്. അപ്പൊ അതിങ്ങനെ ഭയങ്കര കമന്റ്സുകളെ ഓ മൈ ഗോഡ് ഇത് എന്താ ചെയ്യണ്ടെന്നുള്ള പോലെ ഉണ്ടായിരുന്നു. അത് യൂട്യൂബിലൊന്നും എനിക്ക് നമ്മുടെ ആവേശം സിനിമയിൽ പറയുന്ന പോലെ അമ്പാനെ അതൊന്ന് ഓഫ് ചെയ്യും. അതെ, അങ്ങനെ ഓഫ് ചെയ്യേണ്ടി വന്നു. എനിക്ക് ഓഫ് ചെയ്യുന്ന വെച്ചാൽ കമന്റ് മൊത്തം ഓഫ് ചെയ്യാൻ കുറച്ച് ലിമിറ്റ് ആണ്. മനസ്സിലായി. ഓക്കെ. അപ്പൊ നമുക്കും ഒരു സമാധാനം, അത് കാണുന്നവർക്കും ഒരു സമാധാനം. എന്തായാലും ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ട്, അത് അങ്ങോട്ട് പോയതുകൊണ്ടാണ് പോയത്. അത് അത്യാവശ്യം 1 മില്യൺ 2 മില്യൺ ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ടെൻഷൻ വരുന്നത്. ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തും, അവരെന്ന് കേൾക്കാളത് കേൾക്കും. ഓക്കെ. അപ്പൊ എന്ത് വന്നാലും ഉറച്ച മനസ്സോടുകൂടി നേരിടുന്ന നിവ്യകരിക്കട്ടെ ഒരു അടിപൊളി ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്തൊരു കാര്യം ചോദിക്കുകയാണ്. വേറൊന്നുമല്ല, നിവ്യക്ക് ഇനി ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹമുള്ളത് ആരുടെ ഒരു ഫേസ് ആണ്? എന്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ ഇത്. എനിക്ക് കുറെ പേരുടെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാലും ഒരു അടുത്തതായിട്ട് എനിക്ക് എന്തായാലും ഇയാളുടെ ചെയ്യണം എന്ന് തോന്നുന്ന ഒരു വ്യക്തി ആരാണ്? ഇതിനർത്ഥം നിവ്യയുടെ ഫോളോവേഴ്സിന് ഞാനൊരു സർപ്രൈസ് പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ വഴി ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് കുറെ പേരുടെ ലിസ്റ്റ് ഉണ്ട് മനസ്സിൽ, പക്ഷെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് മെയിൽസിന്റെ കാര്യത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് ടോവിനോ ഫാൻസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പക്ഷെ നടക്കുമെന്നറിയില്ല, കാരണം ആളുടെ ഒരു ഫേസ് സ്ട്രക്ചറും എന്റെ വെച്ചിട്ടൊക്കെ നോക്കുമ്പോ എനിക്ക് പറ്റുമെന്നറിയില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ പെൻഡിങ് ആയിട്ട് എനിക്കത് ട്രൈ ചെയ്യാനാണ് ടെൻഷനാണ്. കാരണം അത്രയും ടൈം എടുത്തിട്ട് വേണ്ടേ നമ്മളത് ചെയ്യാൻ. ശരിയാണ്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി നമുക്കൊരു ARMലെ മണിയനെയോ അജയനെയോ അല്ലെങ്കിൽ കുഞ്ഞിക്കേളുവിനെയൊക്കെ പ്രതീക്ഷിക്കാന്ന് അടുത്ത് തന്നെ. സസ്പെൻസ് വരുന്നുണ്ട് സസ്പെൻസ് ആ ഒരു മൂവിയിലെ ARMലെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നതെന്നാണ്. അപ്പൊ അപ്ലോഡിങ്ങിന്റെ ഏറ്റവും പോയിന്റിൽ നിൽക്കുന്ന ആളെ വരെ ഞാൻ കഷ്ടപ്പെട്ട് ചോദിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് കേട്ടോണ്ടേയിരിക്കും നമ്മുടെ സ്വന്തം സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM. ഇത് ഇമ്പിണി ബല്യൊരാളാണ് നമ്മോടൊപ്പം കൂടെയുള്ളത്. മേക്കപ്പ് ട്രാൻസ്ഫോർമേഷനിലൂടെ നമ്മളെ ഞെട്ടിപ്പിച്ച നമ്മുടെ സ്വന്തം നിവ്യ വിനീഷാണ്. നിവിൻ ആർട്സിന്റെ സ്വന്തം നിവ്യ. അപ്പൊ നിവ്യ, നമ്മള് ഇനി അറിയാനായിട്ട് പോകുന്നത് ഈ ഒരു മേക്കപ്പ് ട്രാൻസ്ഫോർമേഷന്റെ പ്രോസസ് എങ്ങനെയാണ്. നമുക്കിപ്പോ കാണുമ്പോൾ ഇപ്പൊ നിവ്യ വീഡിയോ ഇടുകയാണെങ്കിൽ തന്നെ ഒരു 1.5 മിനിറ്റിന്റെ വീഡിയോ ഒക്കെയാണ് നമ്മൾ കാണുന്നുള്ളൂ. കാരണം അത്ര ഡ്യൂറേഷൻ അല്ലേ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടുള്ളൂ. കാരണം റീൽസ് ആണ് കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത്, ആളുകൾ കാണാനാണെങ്കിലും കൂടുതൽ ഷെയർ ചെയ്യാനാണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ ഇതിന്റെ പ്രോസസ്സ് ശരിക്കും എങ്ങനെയാണ്? നല്ല രീതിയിൽ ടൈം എടുക്കുന്ന ഒരു ജോബാണ്, അറിയാം. ഞാൻ ഇത്രയും ഉദ്ദേശിച്ചുള്ളൂ നിവ്യ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ചിലവർക്ക് ഹോളിയുടെ പൗഡേഴ്സ് ഇല്ലേ, അത് ചിലവർക്ക് നല്ല രീതിയിൽ അലർജിക് ആയിരിക്കും.
ഇപ്പൊ നിവ്യയുടെ കാര്യത്തില് ഇത് നിവ്യ ചെയ്യുന്ന എല്ലാ വീഡിയോസിലും മുഖത്താണ് ഓരോ വ്യക്തികളും വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുഖത്ത് തന്നെയാണ് ഇത്രയും സ്റ്റാർസിനെ കൊണ്ടുവരുന്നത്. അപ്പൊ അത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മൾ അത്രയും സൂക്ഷ്മതയോടുകൂടി വേണം ചെയ്യാൻ. ഇതിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ എങ്ങനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? അതെ, ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ്. അപ്പോ ആ ഒരു ബ്രാൻഡിന്റെ തന്നെ എന്റെ സ്കിന്നിൽ വലിയ കുഴപ്പം വരണില്ല. തന്നെയല്ല, ഭയങ്കര സെൻസിറ്റീവ് ആണ് നമ്മുടെ സ്കിന്നിന്റെ കാര്യത്തിൽ. നമ്മൾ കുറച്ചൊരു ടെൻഷനുള്ള കൂട്ടത്തിലാവുമല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓക്കെ ആണ്, ഇതുവരെയായിട്ട് കുഴപ്പമില്ല, അങ്ങനെ തോന്നുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ്. അതിലെ പല ഷെയ്ഡുകള്. അപ്പൊ ആ ബ്രാൻഡുകളുടെ തന്നെ പല ഷെയ്ഡുകള്, പല പ്രൊഡക്ട്സുകളും ഒക്കെ വാങ്ങിയിട്ടാണ് ഫസ്റ്റ് തുടങ്ങിയത്. പിന്നെ അങ്ങനെ മെല്ലെ മെല്ലെ ഓരോ സാധനങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഇതുവരെയായിട്ടും അങ്ങനെ അലർജിക് ആയിട്ട് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഈശ്വര സഹായിച്ച എല്ലാവരുടെയും ഒരു ക്യൂരിയോസിറ്റി ആണത്. എന്താണ്, എങ്ങനെ വല്ലതും വരില്ലേ, ഇനി വല്ല ക്യാൻസർ ഒക്കെ വരും, അങ്ങനെ കുറെ പേര് പറയാറുണ്ട്. അങ്ങനെ പേടിപ്പിക്കുന്നവരുണ്ടോ? അങ്ങനെയൊക്കെ പേടിപ്പിക്കുന്നവരുണ്ട്. മെസ്സേജിലൊക്കെ കമന്റ്സുകളിലൊക്കെ പറയാറുണ്ട്. തന്നെയല്ല, നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ പറയാറുണ്ട്. അത് ചിലപ്പോ ആ ഒരു കൺസേൺ കാരണമായിരിക്കും. കൺസേൺ കാരണമാണ്. അതെ അതെ, എന്താ പറയാ, മുഖത്തൊക്കെ എന്തെങ്കിലും വരും കുട്ടി. ഓക്കെ, ശരി നിവ്യ. ഇനി നമ്മള് കാണുന്നുണ്ട് നിവ്യ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നതെന്ന് കാണുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ബാക്ക് സ്റ്റേജിൽ ലൈക്ക് എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യുന്നത്? എളുപ്പമാണോ റിമൂവ് ചെയ്യാൻ? റിമൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആണല്ലേ? ഒറ്റ തുടക്കലാണ് മുഖം. അത് പറയുന്ന പോലെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ കോക്കനട്ട് ഓയിൽ ഇല്ലേ, നമ്മള് പണ്ട് തൊട്ടിട്ടേ നമ്മളിപ്പോ ഡാൻസ് ഒക്കെ കഴിയുമ്പോ എന്ത് ഹെവി മേക്കപ്പ് ആയിരിക്കില്ല അതിലൊക്കെ. അപ്പൊ അതൊക്കെ നമ്മുടെ കോക്കനട്ട് ഓയിൽ വെക്കുക, തേക്കുക, മൊത്തത്തില് മസാജ് ചെയ്യുക. നമ്മള് എന്താണ് സോപ്പോ എല്ലാം എന്താ ഫേസ് വാഷോ എന്താ ഇട്ടിട്ടാ കഴുകിക്കളയാം. അപ്പൊ കിട്ടുന്നൊരു ആശ്വാസം ഉണ്ട്. ശരിയാണ്, ഒന്ന് ഉണർന്ന് എഴുന്നേറ്റ പോലെ തോന്നും അല്ലേ? ഒരു സെയിം മെത്തേഡാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. നല്ലൊരു റിസൾട്ട് കിട്ടിയതിന് ശേഷം റിമൂവ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. നമുക്ക് കിട്ടാതെ ഉള്ളൊരു റിമൂവ് ഈ പറയണ പോലെ ഭയങ്കര സങ്കടമുള്ളതായിരിക്കും. അയ്യോ, ഇത്ര നേരം ഇരുന്ന് കിട്ടിയില്ലല്ലോ. ഓക്കെ, ഇനി അതുപോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, കുറെ വീഡിയോസില് മേക്കപ്പില് മാത്രമല്ല അവരുടെ ഈവൻ കോസ്റ്റ്യൂംസ് വരെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ അധികം സ്റ്റാർസിനെ ചെയ്തപ്പോഴും ആ ഒരു ഫോട്ടോ നമ്മൾ ആദ്യം തന്നെ, അതായത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിവ്യ ആ ഒരു ചെയ്യാൻ പോകുന്ന ആളുടെ മുഖം കാണിക്കും, അല്ലെങ്കിൽ ഫോട്ടോ കാണിക്കും. അവർ ഏത് കോസ്റ്റ്യൂമാണോ ഇട്ടിരിക്കുന്നത് അതിനോട് ഏകദേശം സിമിലർ ആയിട്ടുള്ള കോസ്റ്റ്യൂം ഒക്കെ ഒപ്പിക്കുന്നുണ്ട്. ഇത് എങ്ങനെ സാധിക്കുന്നു? അത് കുറച്ചൊരു കളറിന്റെ ഒക്കെ നോക്കും നമ്മള്. കളറ് അതൊക്കെ മാച്ച് ആയിട്ട് നോക്കുള്ളൂ. പിന്നെ അതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഇപ്പൊ നമ്മള് ഒരു പകുതിക്ക് നോക്കുമ്പോ നമ്മൾ ആരും കാണുന്നില്ലല്ലോ. എപ്പോഴും നമ്മുടെ ഒക്കെ ചെയ്യുന്ന പോലെ വെറുതെ ഒരു ഭാര്യ സിനിമയിൽ ജയറാം ചേട്ടൻ പറയുന്ന പോലെ വണ്ടിയിൽ കയറിയതാ ഇത്രേ കാണുള്ളൂ. അതെ, സെയിം അതേപോലെ തന്നെ. ഇപ്പൊ ന്യൂസ് വായിക്കാതിരിക്കണ ഒരു സീനല്ല അതിൽ, അതേപോലെ തന്നെ. ഇപ്പൊ നേരിട്ടിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്റെ ഹസ്ബൻഡൊക്കെ കണ്ട് ചിരിക്കാറുണ്ട് ഞാൻ ഏത് കൊലത്തിലായിരിക്കും. അപ്പൊ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ ബെസ്റ്റ് ആക്കി ചെയ്ത പോലെ. അതെ, ഔട്ട് നന്നായിട്ട് കിട്ടണം. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മള് അണിയറയില് കുറച്ച് രഹസ്യങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേട്ടുകൊണ്ടേയിരിക്കും. ഒരു അടിപൊളി പാട്ടാണ് വരാൻ പോകുന്നത് ഇമ്മിടി ബലരാളിൽ. ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതൂരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മിടി ബലൊരാൾ. നമ്മോടൊപ്പം കൂടെയുള്ളത് നിവ്യ വിനീഷാണ്. മേക്കപ്പ് ട്രാൻസ്ഫോർമേഷന്റെ രംഗത്ത് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച മിടുക്കി. അപ്പോ നിവ്യ ഇപ്പൊ പുതിയ ഒരു സംരംഭം തുടങ്ങിയതായിട്ട് നമ്മൾ അറിഞ്ഞു. സംരംഭം മീൻസ് നമ്മൾ ആ വീഡിയോസിൽ കാണുന്നത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? പോളിമർ ക്ലേ സ്കൾപ്ചർ. അതില് ഒരു കൃഷ്ണന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, ഉണ്ണിക്കണ്ണന്റെ വീഡിയോ കണ്ടിരുന്നു. അതുപോലെ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വേട്ടയൻ മൂവിയിലെ മഞ്ജു ചേച്ചിയുടെ ആ ഒരു കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും ഞാൻ കണ്ടിരുന്നു. കിഡു ആയിരുന്നു കേട്ടോ. അതെന്താണ് സംഭവം ശരിക്ക്? അത് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മളിപ്പോ കൃഷ്ണന്റെ ആണെങ്കിൽ കൂടി അത് ഒരു മോളുടെ ഫോട്ടോ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ നമുക്ക് അതേപോലെ ആരുടെ ഫേസിൽ വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു കൃഷ്ണനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് വെച്ച് നമുക്കൊരു കൃഷ്ണന്റെ രൂപത്തിൽ ഉണ്ടാക്കാം. അതൊക്കെ ഒരു മിനിയേച്ചർ ആണ്. എല്ലാതും നമ്മുടെ ഒരു കയ്യിൽ ഒതുങ്ങണ ഒരു മിനിയേച്ചർ ആണ്. അത് പോളിമർ ക്ലേ വെച്ചിട്ടാണ്. അത് ഓവൻ ബേക്ക്ഡ് ആണ്. ഇപ്പൊ എയർ ഡ്രൈ അല്ല,
ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ എന്റെ പൊന്നോ, അപ്പോ ചെറിയ പ്രോസസ് ഒന്നും അല്ല, നല്ല രീതിയിൽ പണിയെടുക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി അടുത്ത ഒരു മേഖല എന്തായിരിക്കും? ലൈക്ക് ഇപ്പോ നമ്മൾ കുറെ തരത്തിൽ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മേക്കപ്പ് ട്രാൻസ്ഫോർമേഷന്റെ തന്നെ അടുത്തൊരു സ്റ്റെപ്പ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നിവ്യ? ഇതുവരെയായിട്ടൊന്നും പ്ലാൻ ഇല്ല. ഇപ്പൊ ഉള്ളത് തന്നെ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കണത്. ഇപ്പൊ അത്യാവശ്യത്തിനുണ്ട് എനിക്ക്. അപ്പൊ ഇതന്നെ നല്ല രീതിയിൽ എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പൊ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണത് മെയിൻ ആയിട്ട് ഇപ്പൊ എന്റെ ഇപ്പൊ ഒരു സ്മോൾ ബിസിനസ് എന്നൊക്കെ പറയാം. അതേപോലെ ഇവിടെ UK തന്നെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോ കുറച്ച് ഓർഡറുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, ഈശ്വരൻ സഹായിച്ച്. അടിപൊളി. നമ്മുടെ ഈ പോളിമർ ക്ലേ സ്കൾപ്ചർ അങ്ങനത്തെ മോഡലാണോ? അതന്നെ. ഇപ്പൊ അവരുടെ ബേബീസിന്റെ ഒക്കെ ഫോട്ടോ അയച്ചു തന്നിട്ട് അല്ലെങ്കിൽ ഒരു രൂപത്തിലുള്ളത് അയച്ചു തരും. ഇതേപോലെ ഉണ്ടാക്കി തരാൻ പറയും. അതൊരു എന്റെ കുട്ടികളുടെ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക ഒരു കാണാൻ തന്നെ നമുക്കൊരു ക്യൂട്ട് ആയിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് ചെറിയൊരു മിനിയേച്ചർ കാണുമ്പോ ഫേസിലുള്ള ഒരു മിനിയേച്ചർ കാണുമ്പോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ് അത്. അപ്പൊ അങ്ങനെ കിട്ടുന്നുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് ഇന്ത്യയിൽ നിന്നാണ് ഓർഡറുകൾ വരുന്നത്. പക്ഷെ നമ്മളിപ്പോ അവിടേക്കൊന്നും നമ്മള് പിന്നെ വൈഡ് ആയിട്ട് നമ്മള് ഡെലിവറി സംഭവങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓ, നമ്മൾ എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവട്ടെ, വ്യാപിക്കട്ടെ മൊത്തത്തില്. ഓക്കെ. ആൻഡ് ഇത് ക്വസ്റ്റ്യന്റെ സമയമാണ്. നിവ്യയുടെ മുഖമല്ലാതെ വേറൊരാളുടെ മുഖം ക്യാൻവാസ് ആയിട്ട് ഉപയോഗിച്ച് മറ്റൊരാളെ മേക്കപ്പ് ട്രാൻസ്ഫോർമേഷനിലൂടെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നോക്കിയിട്ടുണ്ട്. ആരാണ് ആ ഭാഗ്യവാൻ? എന്റെ ഹസ്ബൻഡ് തന്നെയാണ് ആ ഭാഗ്യം. നമുക്ക് നന്നായിട്ട് വരച്ച് പഠിക്കാം അല്ലേ? പക്ഷെ അത് ഞാൻ വിചാരിച്ച പോലെ അത്ര ഈസി അല്ല. ഒരാളുടെ ഫേസിൽ ശരിക്കും എന്താന്ന് വെച്ചാൽ ആളുടെ ഫേസിൽ എനിക്ക് ചെയ്യാം. എന്റെ ഫേസിൽ ചെയ്യണ പോലെ കുറച്ചുകൂടി ഈസി ആവും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അത് വെറും തോന്നൽ മാത്രമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആരെ ചെയ്യാനായിരുന്നു നോക്കിയത്? ഫസ്റ്റ് ഞാൻ ചെയ്തത് സൂര്യ സാറിന്റെ ആണ്. ആള് പറഞ്ഞിട്ട് സൂര്യ സാറിന്റെ ആണ് ചെയ്യാൻ നോക്കിയത്. പക്ഷെ അത് നന്നായില്ല, അത് ഫ്ലോപ്പായി. പിന്നെ പൃഥ്വിരാജിന്റെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പൃഥ്വിരാജിന്റെ ചെയ്തിരുന്നു അല്ലേ? അപ്പൊ ആളുടെ പൃഥ്വിരാജിന്റെ നോസൊക്കെ എനിക്ക് ഒരു സൈഡിലേക്കൊക്കെ നിൽക്കുന്ന പോലെ, അപ്പൊ അങ്ങനത്തെ എനിക്കൊരു സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം പൃഥ്വിരാജ് അങ്ങനത്തെ ഒക്കെ കുറച്ചൊരു ഫേസിന്റെ ഷേപ്പ് പോലെയാണ്. അപ്പം പക്ഷെ അതും നടന്നിട്ടില്ലായിരുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര എന്താ പറയാ, ഇനി ആരുടെ ചെയ്യും? അപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് ഒക്കെ ഇറങ്ങിയ ടൈമായിരുന്നു. ബിഗ് ബോസ് സീസൺ 5 or 4 ആണെന്ന് തോന്നുന്നു. അപ്പൊ റോബിൻ ഒക്കെ ഉള്ള ഒരു സീസൺ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു തോന്നുന്നു. കാരണം കുറെ അധികം സ്റ്റാർസിനെ ചെയ്തിരുന്നു അല്ലേ? അതെ. ദിൽഷ, റോബിൻ, അങ്ങനെ കുറച്ച് പേരൊക്കെ അതിൽ ചെയ്തിട്ടുണ്ട്. റിയാസ്, ബ്ലെസ്ലി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? പിന്നെ റിനോഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നെക്സ്റ്റ് സീസണില് സോറി, എനിക്ക് സീസൺ മാറിപ്പോയതാണ്. എനിക്ക് ഇതൊക്കെ ചെയ്യണ കാരണം ഞങ്ങള് സ്ഥിരമായിട്ട് കാണുന്നുണ്ടല്ലേ? കാരണം അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും കിട്ടണം. തീർച്ചയായിട്ടും. അതെ. അതാണ് എനിക്ക് അറിയാനുള്ള അടുത്തൊരു കാര്യം കൂടിയാണ് ഇപ്പൊ പറഞ്ഞിട്ടത്. ഇപ്പൊ ഈ വീഡിയോ കാണാത്തവര് ചിലപ്പോ ഉണ്ടാവുമല്ലോ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ആരെങ്കിലും ഇപ്പൊ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് ഈ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയുടെ ഫോട്ടോ എങ്ങനെയായിരിക്കും അതുപോലെ ആദ്യം നിവ്യ ഒന്ന് നമുക്ക് പ്രസന്റ് ചെയ്യും. ദെൻ അവരുടെ ചെറിയ ജസ്റ്റേഴ്സ് വരെ, അവരുടെ ചെറിയ മാനറിസംസ്, ഇപ്പോ ചിരിയില് അല്ലെങ്കിൽ നോട്ടത്തില് ഇത്രയും സിമിലർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. സന്തോഷം കേൾക്കുമ്പോ. ഓക്കെ, ഇപ്പൊ ഞാൻ അത് മറന്നിരിക്കുവായിരുന്നു, എന്നെ ഓർമ്മിപ്പിച്ച് വളരെ നന്നായി. നമ്മൾ അങ്ങനെയും പറഞ്ഞ് ഒരു പാട്ടിലേക്ക് പോവാണ്. ഇനി നിവ്യനെ കൊണ്ട് ഒരു ഗെയിം കളിപ്പിക്കാനാണ് എന്റെ ഉദ്ദേശം. ഓക്കെ, ആയിക്കോട്ടെ. ആ ഗെയിം എന്താണെന്ന് അറിയാനായിട്ട് കേട്ടോണ്ടേയിരിക്കൂ. ദിസ് ഇസ് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM, സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മിനിബൽ ഒരാൾ. സൺഡേ ഒക്കെ നമ്മൾ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് സർഗക്ഷേത്ര 89.6 FM-ലൂടെ. കൂടെയുള്ളത് തന്നെ ആൻഡ് നമ്മോടൊപ്പം അതിഥിയായിട്ട് വന്നിരിക്കുന്നത് മേക്കപ്പ് ട്രാൻസ്ഫോർമേഷനിലൂടെ നമ്മളെ ഞെട്ടിപ്പിച്ച, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ ആ ഒരു മുഖമാണ് നിവ്യ വിനീഷ്. നിവ്യ, നമ്മള് നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഗെയിം കളിപ്പിക്കാൻ പോവാണെന്ന് അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. ഗെയിം കളിക്കാൻ റെഡിയാണോ? റെഡി എന്ന് പറഞ്ഞപ്പോ ഡബിൾ റെഡി എന്ന് പറഞ്ഞിരിക്കുകയാണ് തിരിച്ച് നിവ്യ. ഇത്രയുള്ളൂ നമ്മുടെ ഗെയിം. ഈ ഒരു ഫീൽഡിലേക്ക് കടന്നപ്പോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, എപ്പോഴും കാണുന്നത് മേക്കപ്പ് പ്രൊഡക്ട്സ് ആയിരിക്കുമല്ലോ. അപ്പൊ അതില് 2-3 മേക്കപ്പ് പ്രൊഡക്ട്സ് ഞാനൊന്ന് അങ്ങോട്ട് പറഞ്ഞേക്കും. ഓരോ മേക്കപ്പ് പ്രൊഡക്ട്സിന്റെ സ്വഭാവം എങ്ങനെയാ വരുന്നതെന്ന് പറയും. ലൈക്ക് ആ ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരും. അങ്ങനെ നിവ്യയുടെ ലൈഫിൽ ആരാണ് ആസ് എ പേഴ്സൺ നിൽക്കുന്നത് എന്നാണ് നമുക്ക് അറിയാനുള്ളത്. ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ചോദ്യം ഇതാണ്. സൺസ്ക്രീൻ
സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മളെ സൺബേണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ അല്ലെങ്കിൽ ഒരു വലയമാണല്ലോ. അപ്പോൾ നിവ്യനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അതാരാണ്? പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു പേഴ്സൺ ആരാണ്? അത് എന്റെ ഫാമിലി എന്ന് പറയാം. ഓക്കെ, നൈസ്. എന്റെ പാരന്റ്സ് എല്ലാരും. ഉറപ്പായിട്ടും അത് സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആൻസർ ആയിരുന്നു. ദെൻ അടുത്ത ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു. ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ലിപ്സ്റ്റിക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമ്മുടെ ലിപ്പിനൊക്കെ കളർ തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണല്ലോ ലിപ്സ്റ്റിക്. നിവ്യയുടെ ലൈഫിനെ കളർഫുൾ ആക്കുന്നത് ആരാണ്? എന്റെ രണ്ട് ക്യൂട്ടീസ്, എന്റെ മക്കളാണ്. മക്കളല്ലേ? പേരെന്തായിരുന്നു കുട്ടീസിന്റെ? അൻവിത ആൻഡ് തൻവി. ഓക്കെ, അൻപിത ആൻഡ് തൻവി. ഓക്കെ. അപ്പൊ എന്റെ ഒരു വലിയൊരു ഹായ് ഞാൻ നല്ല രീതിയിൽ രണ്ടുപേരും ഹസ്ബൻഡും അന്വേഷിച്ചൊന്നു പറഞ്ഞേക്കണേ. ഓക്കെ, ഇതാ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഹൈലൈറ്റർ. എപ്പോഴും നമ്മളാണ് ദി ബെസ്റ്റ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന, നിവ്യയുടെ ലൈഫിനെ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തി അതാരായിരിക്കും? അത് എന്റെ ഫാമിലി തന്നെ. ഫാമിലി 2 പോയിന്റ്സ്. ഓക്കെ, അപ്പോ അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ നർച്ചർ ചെയ്ത് കൊണ്ടുപോകുന്നത് അതാരാണ്? അതെന്റെ അമ്മ. അമ്മയാണല്ലേ? ഓക്കെ, അമ്മയുടെ പേരെന്തായിരുന്നു? വാസന്തി. ഓക്കെ, അപ്പൊ വാസന്തി അമ്മ ദാ അമ്മയ്ക്കും കിട്ടിയിട്ടുണ്ട് ഒരു പോയിന്റ് കേട്ടോ. ഓക്കെ, ആൻഡ് ഫൈനലി ഒരു ലാസ്റ്റത്തെ ഒരു പ്രൊഡക്റ്റ് കൂടി ചോദിക്കുകയാണ്. കൺസീലർ. അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മിസ്റ്റേക്സുകൾ സംഭവിക്കുന്ന സമയത്ത് അതിനെ പാച്ചപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് നമ്മളെ കൊണ്ടുപോകുന്നത് ആരാണ്? നമ്മളെ മീൻസ് നിവ്യയുടെ ലൈഫിൽ കേട്ടോ. അത് എന്റെ അച്ഛനും അമ്മയും എന്റെ ഹസ്ബൻഡും. എല്ലാവർക്കും ഇരിക്കട്ടെ, ആർക്കും വിഷമം വേണ്ട, എല്ലാവരും നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. എല്ലാരും ഉണ്ട് നമ്മുടെ കൂടെ. അതാ എന്തോ ഈശ്വരൻ സഹായിച്ച് അവരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോട്ടെ. അതാണ് ഉറപ്പായിട്ടും അടിപൊളിയായിട്ട് തന്നെ പോട്ടെ. നമ്മള് മേക്കപ്പ് പ്രൊഡക്ട്സ് കൊണ്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേട്ടോണ്ടേയിരിക്കും. ഇത് ഇമ്മിണി ബല്യൂറലാണ്. ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മിണി ബല്യൂറാൾ. ഈ ഞായറാഴ്ച ഇന്ന് നമ്മുടെ സർഗക്ഷേത്രയില് ഒരു പുലിക്കുട്ടിയാണ് വന്നിരിക്കുന്നത്. അങ്ങ് UK നിന്നും ചേരുന്നു നമ്മോടൊപ്പം നിവ്യ വിനീഷ്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഇപ്പോ നമ്മോടൊപ്പം ഭൂമിയിൽ ഇല്ലാത്ത 2 പേരുടെ വീഡിയോ ഇതുപോലെ അവരുടെ മുഖം നിവ്യയുടെ മുഖമായിട്ട് ചെയ്തിരുന്ന 2 വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. അതിന്റെ താഴെയുള്ള കമന്റ്സും ഞാൻ കണ്ടിരുന്നു. അവര് റിക്വസ്റ്റ് ചെയ്യായിരുന്നല്ലേ ഈ ഒരു വ്യക്തിയെ. അദ്ദേഹം നമ്മോടൊപ്പം കൂടെ ഇല്ല എങ്കിലും അവർക്ക് ഒന്നുകൂടി ഒരു വട്ടം കൂടി അയാളൊന്ന് കാണാൻ, ആ ഒരു വ്യക്തിയെ കാണാൻ ഒരു ആഗ്രഹമുണ്ട്. സോ നിവ്യയോടൊന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആ വീഡിയോയിൽ നിവ്യ തുടങ്ങുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്ന ഒരു ജെസ്റ്റർ ഞാൻ കണ്ടിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അതിനുശേഷം നമ്മൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞ് അവസാനത്ത് എത്തുമ്പോൾ ആദ്യം കാണിച്ച ആ ഒരു വ്യക്തിയുടെ മുഖം തന്നെ എക്സാക്ട് ആ ഒരു വ്യക്തി തന്നെ നമുക്ക് മുന്നിൽ നിൽക്കുന്ന പോലൊരു ഫീലായിരുന്നു. അപ്പൊ നമുക്ക് തന്നെ ഇങ്ങനെ തോന്നുമ്പോൾ ആ ഒരു വ്യക്തിയുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ആ ചോദിച്ച ആ ഒരു പേഴ്സണ് എത്രത്തോളം അത് സന്തോഷമായിട്ടുണ്ടാവും. അവര് എന്തൊക്കെയാ പറഞ്ഞത് നിവ്യ? അയ്യോ, അത് എന്താ പറയാ, ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയണില്ല സത്യം പറയാലോ. അത് ഒരു തരത്തിൽ പറയുമ്പോൾ എനിക്ക് അവർക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യുന്നുണ്ടാവും എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അത് അവരുടെ സ്ഥാനത്ത് നമ്മൾ ഒരിക്കലും ആവാൻ പറ്റില്ലല്ലോ. കാരണം അവർക്ക് അവരുടെ ഒരു സെന്റിമെന്റ്സ് അത് വേറെ, നമുക്കൊരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കൂടെ നമ്മൾ കടന്നു പോകണം എപ്പോഴും. അപ്പൊ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. എനിക്ക് ചെയ്തു തരുമോ ചോദിക്കുമ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. അത് എപ്പോഴും സെലിബ്രിറ്റീസിന്റെ മാത്രം ചെയ്തിട്ട് ഇങ്ങനത്തെ ഒക്കെ ചെയ്തു തരുമെന്ന് പറയുമ്പോൾ ഞാൻ അത് സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നു. കാരണം അത് അയ്യോ ഞാനത് എങ്ങനെ ചെയ്യും, അത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാവും റിയാക്ഷൻ. ശരിയാണ്. അല്ലാണ്ട് എനിക്ക് പറ്റുമോ എത്ര, അതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി കൂടിയായിരുന്നു. റെസ്പോൺസിബിലിറ്റി ആണ് സത്യം പറയാലോ. അപ്പൊ പിന്നെ ശരി എന്താ പറയാ, കൊറേ ഇങ്ങനെ എന്റെ അമ്മേടെ ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോഴേ നമുക്ക് ശരി ഞാൻ പിന്നെ ഈ ആർട്ട് കൊണ്ട് പിന്നെ എന്താണ് ഒരു ഇത് എന്നുള്ള പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ഫോളോവേഴ്സിന്റെ ഒക്കെ ചെയ്തപ്പോ അപ്പോൾ വന്നിട്ടുള്ള റിക്വസ്റ്റുകളാണ് ഇതൊക്കെ. വെറുതെ ഓരോരുത്തർ ചെയ്യുന്നേക്കാളും അവർക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു മൈൻഡാണ് ആ സമയത്ത് എനിക്ക് വന്നത്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റത്തെ ഒരു
റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തത്, എന്നിട്ട് അവർ അപ്രോച്ച് ചെയ്തത്. അപ്പോ അവർക്ക് ഒരുപാട് സന്തോഷമായി അപ്പൊ തന്നെ. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ പ്രതീക്ഷിക്കണ്ട കേട്ടോ, ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു. കാരണം നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് അങ്ങനത്തെയാണ്, നമുക്ക് കിട്ടിയാ കിട്ടി അത്രേ പറയാൻ പറ്റുള്ളൂ. നമ്മളൊരു സമയം ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് റിസൾട്ട് വരുമോ ഇല്ലെന്ന് ഒരു ഐഡിയ ഇല്ല. വന്നു കഴിഞ്ഞാൽ സന്തോഷം. അപ്പൊ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട, ഞാൻ ഓക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത് ഞാൻ പറയാട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ അമ്മയുടെ ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ പറയാ, എനിക്കും സങ്കടം, അത് കണ്ടവർക്കും സങ്കടം. എനിക്ക് അത് ചെയ്യുമ്പോ തന്നെ നമുക്കൊരു വിങ്ങലാണ് മനസ്സിൽ. അത് എനിക്കറിയില്ല, അത് എന്റെ ഹസ്ബൻഡൊക്കെ പറയും നമ്മളത് ഉള്ളിലേക്ക് എടുക്കല്ലേ എന്ന് പറയും. എന്നിട്ട് പിന്നെ ഞാൻ വിചാരിക്കും ഞാൻ ഇതിനി ചെയ്യുന്നില്ല. കാരണം എനിക്ക് അതൊക്കെ കാണുമ്പോ ഇപ്പോഴും ഞാൻ ആ ഒരു രൂപത്തിലൊക്കെ കാണുമ്പോ തന്നെ എനിക്ക് എന്താന്നറിയില്ല, അത് ചിലപ്പോ ഫാമിലി എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നോണ്ടായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നമ്മൾ റിലേറ്റ് ചെയ്യാണ്, ഇത് ഞാനൊരു മോളാണ് അല്ലെങ്കിൽ ഞാനൊരു അമ്മയാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നു എന്നുകൊണ്ടായിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അത് ചെയ്തപ്പോ പിന്നെ ഒരുപാട് വായിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് റിക്വസ്റ്റുകളാണ്. കുറെ പേര് സങ്കടം പറയുന്നു, കുറെ പേരുടെ സ്റ്റോറികൾ പറയുന്നു, കുറെ ഫോട്ടോസുകൾ വരുന്നു. ജിമെയിൽ ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എനിക്ക് പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയായി. അപ്പൊ ഞാൻ ഇതൊന്നും ആരുടെ സെലക്ട് ചെയ്യാ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലാണ് സത്യം പറയാണ് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും അവരുടെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. അപ്പൊ അവർക്ക് എന്തായാലും അത് കാണാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും എനിക്കറിയില്ല. അപ്പൊ എന്റെ പ്രേക്ഷകരത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരോടും ഞാൻ സോറി പറയാണ്. ഞാൻ എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, അത് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. കാരണം കുറെ പേര് വിഷമമായിട്ടൊക്കെ പറയുന്നുണ്ട് എനിക്ക് റിപ്ലൈ തരുന്നില്ല, ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, അറ്റ്ലീസ്റ്റ് ചെയ്യാന്ന് പറയുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒക്കെ കാണുമ്പോഴൊക്കെ നെഞ്ചൊരു വിങ്ങലാണ്. ഇതൊക്കെ നമ്മള് ഒരു വില്ലിങ്നെസ് മാത്രമല്ലല്ലോ, നമുക്ക് ഒരു ധൈര്യം കൂടി വേണം ആ ഒരു കാര്യത്തിന്. അത് നിവ്യ അത് കാണിച്ചു. പറ്റുന്നതല്ലേ നമ്മുടെ അവരുടെ സന്തോഷം കാണുമ്പോഴേ നമുക്ക് തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ബ്ലെസ്സിങ് ആണ് നമുക്ക് കിട്ടുന്നത്. എനിക്ക് മാത്രല്ല എന്റെ വീട്ടുകാർക്കും മക്കൾക്കൊക്കെ ഇപ്പൊ ഒരു അമ്മ മോന്റെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ് കിട്ടുമ്പോ ഉണ്ടല്ലോ ഭയങ്കര ഒരു സന്തോഷം തോന്നും. അപ്പൊ അത് കൂടുതൽ അങ്ങനെ ചെയ്യാനുള്ള പ്രചോദനം നമുക്ക് തരും. ശരിയാണ് ഡെഫിനറ്റ്ലി. നിവ്യയോട് അവർക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ അവർ പറയുന്നതും. കാരണം അത്രയും ലൈക്ക് അവർക്കൊരു സ്വന്തം ഒരു അതെ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയായിരിക്കുമല്ലോ അവരങ്ങനെ ആ ഒരു സജഷൻ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ട് പോട്ടെ. ഈ ഒരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ഞാനും ഒന്ന് ഇമോഷണൽ ആയ പോലെ എനിക്കും തോന്നുന്നു. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാനും ഇമോഷണൽ ആയി പോയി. കാരണം നമ്മോടൊപ്പം ഇല്ലാത്തൊരു വ്യക്തിയെ ഇതാ നേരിട്ട് കാണുന്ന പോലെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ യെസ്, നമ്മളത് ഇനി റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. നമ്മൾ അടുത്തൊരു കാര്യത്തിലേക്ക് കിടക്കുകയാണ്. നിവ്യ, ഇനി എന്താണ് ഭാവി പരിപാടികൾ? എന്താണ് ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ എന്താന്ന് വെച്ചാ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. ഞങ്ങളെങ്ങനെ ഞെട്ടിപ്പിക്കുക അല്ലേ? ഇതെന്താ എന്താ പറയാ, നല്ല രീതിയിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്നുള്ളതാണ് പറയാൻ. പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പൊ അത് നല്ല രീതിയിൽ അത് എനിക്ക് കൊണ്ടുപോകാൻ പറ്റട്ടെ, നന്നായി ചെയ്യാൻ പറ്റട്ടെ, കൂടുതൽ ഏരിയാസിൽ വൈഡായിട്ട് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കും. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ ഇമ്മിണി ബലിരാളിൽ വന്നത് കുറെ മുഖങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന നിവ്യയാണ് കൂടെ ഉണ്ടായിരുന്നത്. നിവ്യ, ഒരുപാട് സന്തോഷം. നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. കൂടെ ഏറ്റവും താങ്ക്സ് പറയേണ്ടത് നിവ്യയ്ക്ക് തന്നെയാണ്. കാരണം എനിക്കറിയാം നല്ല തിരക്കുള്ള ഒരു സമയത്താണ് ഞാൻ അപ്രോച്ച് ചെയ്തത്. പക്ഷെ ഒരു തടസ്സവും കൂടാതെ നമ്മോടൊപ്പം കട്ടയ്ക്ക് കൂടെ നിന്നായിരുന്നു നിവ്യ. താങ്ക് യു സോ മച്ച്. അതുപോലെ ഇനി ഉള്ള പരിപാടികൾക്കൊക്കെ ഒരു ഓൾ ദ ബെസ്റ്റ് നമ്മുടെ ഫുൾ ടീമിന്റെ വക നേരാണ് കേട്ടോ. ഓ, താങ്ക് യു സോ മച്ച്. ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി കേട്ടോ എല്ലാവർക്കും, ടീമിനും ടീം മെമ്പേഴ്സിനും എല്ലാവർക്കും, എസ്പെഷ്യലി അന്ന. താങ്ക് യു. അപ്പൊ ഇനി പിന്നെയും കാണാം അല്ലേ? ഇനി നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ദാ ഇമ്മിണി ബലിരാളിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരാണ്. പക്ഷെ നമ്മുടെ പരിപാടികൾ തീരുന്നില്ലല്ലോ. ഇനിയും നല്ല കിടുക്കാച്ചി പരിപാടികൾ നമ്മുടെ സ്വന്തം സർഗക്ഷേത്ര 89.6 FM വരുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ. ആൻഡ് ദിസ് ഇസ് മീ RJ അന്ന. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.